4 സിലിണ്ടർ എഞ്ചിനാണ് വരിക. ഇപ്പോൾ ഇറങ്ങുന്ന നല്ല 3 സിലിണ്ടർ എഞ്ചിനാണ് അല്ലേ. 60,000 കിലോമീറ്റർ ഓടിയ വാഹനം. പ്രോപ്പർ സർവീസാണ്. എല്ലാ സർവീസും. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? അടുത്ത തരാം നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളർ എർട്ടിഗയാണ്. 7 സീറ്റർ വാഹനം. KL51 രജിസ്ട്രേഷനാണ്. ഇത് ഏതാ മോഡൽ? ഏതാ? 2023 മോഡലാണ്. 23 ഇപ്പോൾ വാറണ്ടി തന്നെ നിൽക്കായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടിയിൽ. കമ്പനി വാറണ്ടി ഉണ്ടാവും. നമ്മളിതാ മച്ചിങ്ങൽ ട്രൂ വാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഇവിടത്തേക്ക് 1 കിലോമീറ്റർ അകത്തേ ഉള്ളൂ. അത്രേ വരുന്നുള്ളൂ ദൂരം. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് വാഹനങ്ങളുണ്ട്. കുറച്ച് വണ്ടികൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ അവിടുത്തെ നമ്പർ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇവിടുത്തെ നമ്പറാണ് കൊടുത്തത്. ഇവിടെ കാണിക്കുന്ന വണ്ടികൾക്ക് ഇവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്തായാലും വണ്ടി മൊത്തത്തിൽ ഔട്ട്ലുക്ക് ആയാലും ഇൻറ്റീരിയർ ആയാലും കാണുന്ന അവസ്ഥയിൽ വളരെ നീറ്റ് തന്നെയാണുള്ളത്. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട് അല്ലേ? ഓക്കെ. മൈലേജ് 18-20 റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടും. എത്ര കൊടുക്കാത്? ഇത് 2 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ചോദിക്കുന്നത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്നൊരു വണ്ടി 2015 LX 2 ലക്ഷം. നമ്മൾ എവിടെ വണ്ടി എടുക്കാൻ പോയാലും, ഇവിടെ നല്ല ഏത് ഷോറൂമിൽ വണ്ടി എടുക്കാൻ പോയാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് വണ്ടികളിൽ. സാധാരണയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ AC നോക്കാം, പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്തെല്ലാം നോക്കാം. ഫോണ് കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്യാം അല്ലേ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വാറണ്ടിയുള്ള കാറുകളുടെ ഒരു എപ്പിസോഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ട്രൂ വാല്യൂവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കോണംപാറയുള്ള AM മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂവിൽ അല്ലേ. ഓക്കെ. ഇവരുടെ തന്നെ 2 ഷോറൂം ഇവിടെ അടുത്തായിട്ടുണ്ട്. ഒന്ന് മച്ചിങ്ങലുണ്ട് അല്ലേ. മച്ചിങ്ങലുണ്ട്. ഇവിടുത്തെ സ്റ്റോക്ക് കാണിച്ചിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് സ്റ്റോക്കുകൾ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ മിഥിലാജ് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. എന്താണ് ഈ മാസത്തെ നിങ്ങൾ എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഈ മാസം 23 മുതൽ 31 തീയതി വരെ മെഗാ ഓഫർ നടക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ എന്താ പറയുക, ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ഉണ്ട്. പിന്നെ പിന്നെ അതേപോലെ 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. പിന്നെ 5,000 രൂപയുടെ ആക്സറീസ് ഉണ്ട്. ഓക്കെ. പിന്നെ 5 ഇയർ വാറണ്ടിയിലെ കാറുകളുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ 90% ലോണും ചെയ്ത് കൊടുക്കും. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും കിട്ടുമോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. മലപ്പുറം കോണംപാറയാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മലപ്പുറം കോണംപാറ നെക്സ ഷോറൂമിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഷോറൂം വരുന്നത്. മച്ചിങ്ങൽ വേറൊന്നുണ്ട്, അതും കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മളൊരു സബ്സ്ക്രൈബർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു എർട്ടിഗ പർച്ചേസ് ചെയ്തൊരു സബ്സ്ക്രൈബർ കോഴിക്കോട് നിന്ന്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കാണാം. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഒരു കാറെന്ന മോഹം തീർക്കാൻ പറ്റിയ ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വാഹനത്തിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. വാഗണറാണ്. വാഗണറിൻ്റെ ഫസ്റ്റ് ഷേപ്പ് വാഹനമാണ്. ഒരു ബ്ലാക്ക് കളർ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ബ്രോ? ഇത് 2007 മോഡലാണ്. പിന്നെ പേപ്പറിൻ്റെ അവസ്ഥ നിലവിൽ പേപ്പറുള്ള വണ്ടിയാണ്. എത്ര വരെ ഉണ്ട്? നമ്മൾ 27 വരെ ഉണ്ടാവും. 27 വരെ നിലവിൽ പേപ്പറുള്ള വാഹനമാണ്. വേറെ മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ഇഷ്യൂം കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എന്തായാലും വണ്ടി മൊത്തത്തിൽ ഔട്ട്ലുക്ക് ആയാലും ഇൻറ്റീരിയർ ആയാലും കാണുന്ന അവസ്ഥയിൽ വളരെ നീറ്റ് തന്നെയാണുള്ളത്. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട് അല്ലേ. ഓക്കെ. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? 1 ലാക്ക് ഓടിച്ചുള്ളൂ. 1 ലാക്ക്. ഓക്കെ. 2027 വരെ പേപ്പറുള്ള. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് കാണും. എത്ര കൊടുക്കാം നമുക്കിത്? നമ്മളിത് ആസ്ക് ചെയ്യുന്ന 85,000 രൂപയാണ്. മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ. 2027 വരെ പേപ്പറുള്ള വാഗണറാണ്. അപ്പോൾ 1 ലക്ഷത്തിൽ താഴെ നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി. 85,000 രൂപ ചോദ്യമാണ്. അത് കുറച്ച് ചെയ്തുകൊണ്ട് ലോണും കാര്യമൊന്നും കിട്ടില്ല. ഇതിൽ ലോൺ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും അല്ലേ. എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വാങ്ങാം. ഓക്കെ. അപ്പോൾ നിലവിൽ റണ്ണിങ് കണ്ടീഷനെല്ലാം ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ. അടുത്ത മാരുതി വണ്ടി തന്നെയാണ്. ആൾട്ടോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 ആൾട്ടോ LXi. ഓക്കെ. 91,000 ഓടിച്ചുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 1.30 ചോദിക്കുന്നുള്ളൂ. 2012 LXi 91,000 സെക്കൻഡ് ഓണർഷിപ്പ്. 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2027 വരെ പേപ്പർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ക്ലെയിമോ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ. എല്ലാം വർക്കിംഗ് അല്ലേ? AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു നല്ല ആൾട്ടോ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ടയേഴ്സൊക്കെ കുറവാണ്. ഇതിൻ്റെ 4 ടയേഴ്സും കുറവാണ്. ഓക്കെ. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാതെ വേറെ വർക്കൊന്നുമില്ല. ഓക്കെ. 1.30 പ്രൈസ് ഫൈനലല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പ്രൈസ് എന്തെങ്കിലും മാറ്റം ചെയ്തു തരും. ലോണ് ചാൻസ് ഉണ്ട് ഇതിൽ? 12 ചിലത് ഒരു 50,000 70,000 വരെ കിട്ടും. അല്ല കിട്ടും അല്ലേ. അടുത്തത് ഒരു 1000cc വാഹനമാണ്. ആൾട്ടോ K10 KL52 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ആൾട്ടോ K10 VXi വേരിയൻ്റ് ആണ്. VXi ടോപ്പിൻ്റെ അന്നത്തെ ടോപ്പിൻ്റെ വണ്ടിയാണ്. ഏതാ മോഡൽ? 2013 മോഡൽ. 13. എത്ര ഓട്ടം പോയി? 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്ക് ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ്. ഓക്കെ.
2013 1 lakh ഓടിയ VXI കേട്ടനാണ്. അത്യാവശ്യം മൈലേജും കിട്ടും, പവറും ഉണ്ടാവും. ഒരു 17-19 റേഞ്ച് ഏകദേശം മൈലേജ് ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇതും പ്രോപ്പർ വർക്കിംഗ് അല്ലേ? വേറെ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? മെക്കാനിക്കൽ ഇഷ്യൂ ഒന്നുമില്ല, എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 1,50,000 രൂപയാണ്. 1.5 ലക്ഷം 2013 VXI കേട്ടൻ മാനുവൽ വാഹനമാണ്. 1.5 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ പ്രൈസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയല്ലേ പറയുന്നത് അല്ലേ? ഓക്കെ, എല്ലാം നെഗോഷ്യബിൾ ആണ്. ഒരു 1 lakh അബോവ് ലോണും ചാൻസ് ഇല്ലേ ഇതിന്? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ അടുത്ത വാഗണർ ആ ഷേപ്പ് കഴിഞ്ഞ് വന്ന ഷേപ്പാണ്, ന്യൂ ഷേപ്പ് അല്ല. കേരള 65 രജിസ്ട്രേഷനാണ്, തിരുവരങ്ങാടി, മലപ്പുറം ജില്ല തന്നെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? വാഗണർ VXI വേരിയൻ്റ് ആണ്, 2016 മോഡൽ. ഓക്കെ, 2016 1.2. ഓക്കെ, VXI അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോ, ഡിഫോഗർ, ബാക്ക് വൈപ്പർ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? എല്ലാം പ്രോപ്പർ വർക്കിംഗ് അല്ലേ? എല്ലാം ഓക്കെയാണ്. ഓക്കെ, നമ്മൾ എവിടെ വണ്ടി എടുക്കാൻ പോയാലും, ഇവിടെ നല്ല ഏത് ഷോറൂമിൽ വണ്ടി എടുക്കാൻ പോയാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് വണ്ടികളിൽ. സാധാരണയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ AC നോക്കാം, പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്തെല്ലാം നോക്കാം. ഹോണ് കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, ഇങ്ങനത്തെ ചില്ലറ പണി വരും, അതാ ചോദിച്ചത്, അതാ പറഞ്ഞത് എല്ലാവരോടും. കുഴപ്പമില്ലാത്ത പ്രയാസം ഉണ്ട് അല്ലേ? ഇതിപ്പോൾ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല, മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക ഇത്? നമ്മൾ ചോദിക്കുന്നത് 2,95,000 രൂപയാണ്. 2016 VXI വാഗണർ 2.95 കൊണ്ടുപോകാം. ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ലോൺ ഒരു 2.5 കയറും. 2 ലക്ഷം. ഒരു 50,000-ത്തിനകത്ത് കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു വണ്ടി അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ സ്വിഫ്റ്റിലേക്ക് വന്നു. KL 84 രജിസ്ട്രേഷനാണ്, ഒരു ബ്ലൂ കളർ സ്വിഫ്റ്റ് അല്ലേ? എന്തെങ്കിലും ഡീറ്റെയിൽ? 2022 മോഡലാണ്, സ്വിഫ്റ്റ് VXI വേരിയൻ്റ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 65,000 ഓടി, 2022 മോഡല്. ഇതിപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ് വരിക. ഇപ്പോൾ ഇറങ്ങുന്ന നല്ല 3 സിലിണ്ടർ എഞ്ചിനാണ് അല്ലേ? 60,000 കിലോമീറ്റർ ഓടിയ വാഹനം, പ്രോപ്പർ സർവീസാണ്. എല്ലാ സർവീസും. ഓക്കെ, ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ആസ്ക് ചെയ്യുന്നത് 5,70,000 രൂപയാണ്. 570 2022 VXI VXI. ഓക്കെ, പ്രോപ്പർ സർവീസ് അല്ലേ? എല്ലാം ഓക്കെ. വാറണ്ടി ഇപ്പോൾ? വാറണ്ടി നമ്മൾ 1 ഇയർ വാറണ്ടി എടുത്ത് കൊടുക്കും. ഓക്കെ, മാക്സിമം എന്തായാലും ലോൺ സൗകര്യം കിട്ടില്ല. അടുത്തത് ഒരു അൾട്ടോ 800 ന്യൂ ഷേപ്പ് KL 84 കൊണ്ടോട്ടി. ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? അൾട്ടോ 800 LXI ആണ്, 2021 മോഡലാണ്. ഓക്കെ, 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 lakh ഓടി, റീപ്ലേസ് ഒന്നുമില്ല. മൈലേജ് കിട്ടും, അതുകൊണ്ടുള്ള ഓട്ടമാണ്. 18-20 റേഞ്ച് എന്തായാലും മൈലേജ് ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് 2021 1 lakh ഓടിയ LXI 2 ഡോർ പവർ വിൻഡോ, AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 2,75,000 രൂപ ചോദിക്കും. 2.75. ടയേഴ്സ് മാറിയോ? ഇപ്പോൾ കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ, 2.75 2021 LXI ഈ ഒരു 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അൾട്ടോ 800 ലോണ് ഒരു 2-2.25 കയറുമോ? മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വാറണ്ടി എടുത്തു കൊടുക്കാൻ പറ്റും ഇതിന്? ചെയ്യാം. ഓക്കെ, 1 ഇയർ വാറണ്ടിയും എടുത്തു തരുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അപ്പുറത്തെ ഷോറൂമിലേക്ക് പോകാം, മച്ചിങ്ങൽ ഷോറൂമിലേക്ക് പോകണം. അവിടുത്തെ സ്റ്റോക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ ബ്രോ, നമ്മളിതാ മച്ചിങ്ങൽ ട്രൂ വാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഇവിടത്തേക്ക് 1 കിലോമീറ്റർ അകത്തേ ഉള്ളൂ, അത്രയും വരുന്നുള്ളൂ ദൂരം. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് വാഹനങ്ങളുണ്ട്. കുറച്ച് വണ്ടികൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ അവിടുത്തെ നമ്പർ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് ഇവിടുത്തെ നമ്പറാണ് കൊടുത്തത്. ഇവിടെ കാണിക്കുന്ന വണ്ടികൾക്ക് ഇവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൂടെ എന്താ പേര്? ഫവാസ് ഭായ്, സ്വാഗതം. ആദ്യ വാഹനം Hyundai i20 ആണ്, ന്യൂ ഷേപ്പ് KL 71 നിലമ്പൂർ രജിസ്ട്രേഷനാണ്. ഇതേതാ മോഡൽ വരുന്നത്? 2020 മോഡലാണ്. 20 മോഡൽ. ഏതാ ഓപ്ഷൻ? IMT ഗിയർ ബോക്സിൽ വരുന്ന. ഏതാ ഓപ്ഷൻ? ഏതാ? സ്പോർട്സ് മോഡലാണ്. സ്പോർട്സ്, ഒരു സെമി ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ക്ലച്ച് ഉണ്ടാവില്ല, നമുക്ക് ഗിയർ മാറ്റേണ്ട പോലെ മാറ്റാം, പക്ഷേ വണ്ടി ഓഫായി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഡ്യുവൽ ടോൺ ആണല്ലേ? 2020 സ്പോർട്സ്. കിലോമീറ്റർ എത്രയായി? ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 5 വർഷം കൊണ്ട്. നോർമൽ ഓട്ടം തന്നെ, പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടം. പെട്രോളാണ്, i20 ആണ്. കംഫർട്ട് ഉണ്ടാവും. മൈലേജ് ഒരു 11-14 ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. വേറെ. ഓക്കെ. പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? 6,10,000 രൂപയാണ് റേറ്റ് വരുന്നത്. 6-10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോണായിട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടി. ഇത് പുതിയ ഇപ്പോൾ IMT ഇല്ലാന്ന് തോന്നുന്നു, i20 ഇറങ്ങുന്നത് പുതിയതിൽ. ഓൺ റോഡ് ഏകദേശം 9 ലക്ഷത്തിൻ്റെ മേലെ വില വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഓപ്ഷൻ. അത് മാനുവലിന്. ഇപ്പോൾ IMT ഇല്ല, അന്ന് IMT ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ. അപ്പോൾ ഡ്യുവൽ ടോൺ i20 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫുൾ ലോണിൽ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വിറ്റാര ബ്രസയാണ്, റെഡ് കളർ, റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ ആണ്, KL10 രജിസ്ട്രേഷൻ, മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണല്ലേ? ഏതാ മോഡൽ? പെട്രോൾ വണ്ടിയാണ്, അതുപോലെ തന്നെ CNG ആഡ് ചെയ്ത വണ്ടിയാണ്. CNG ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈലേജ് ഏകദേശം എത്ര കിട്ടും? 25 കിലോമീറ്റർ ആ റേഞ്ച് കിട്ടുമല്ലേ ഓട്ടോമാറ്റിക് തന്നെ? ഓക്കെ. MT അല്ലേ ഗിയർ ബോക്സ് വരിക? ഏതാ മോഡൽ വരിക? 2021 മോഡലാണ്. 21 മോഡൽ ഓട്ടോമാറ്റിക് CNG ആഡ് ചെയ്ത വാഹനമാണ്. ഏതാ ഓപ്ഷൻ? ഇത് VXI ആണ്. VXI മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളുടെ വാറണ്ടി കിട്ടുമോ ഇതിന്? ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ടാവും. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക ഇത്? ഇതൊരു 7,65,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഇതൊരു 7 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 65,000 രൂപ വേണ്ട, ഇറക്കി കൊണ്ടുപോകാം. 2021 VXI മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് CNG ചെയ്ത ബ്രസയാണ്, മൈലേജ് കിട്ടുന്നൊരു വണ്ടി. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഓക്കെ. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ ചെയ്യാം. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അടുത്ത തരം നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളർ എർട്ടിഗയാണ്, 7 സീറ്റർ വാഹനം, KL51 രജിസ്ട്രേഷനാണ്. ഇത് ഏതാ മോഡൽ? ഏതാ? 2023 മോഡലാണ്. 23 ഇപ്പോൾ വാറണ്ടി തന്നെ നിൽക്കായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടിയിൽ കമ്പനി വാറണ്ടി ഉണ്ടാവും, ട്രൂ വാല്യൂ വാറണ്ടി ഉണ്ടാവും. 26 10ാം മാസം വരെ അണ്ടർ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. ഏതാ ഓപ്ഷൻ? ടോപ്പ് വേരിയന്റ് ആണ്, ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിന് വേണ്ടി അല്ലേ? ZXi പ്ലസ് പെട്രോൾ മാനുവൽ. അതെ, ഹൈബ്രിഡ് വെർഷൻ കൂടിയാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഏവറേജ് ഒരു 16 മൈലേജ് കിട്ടും. അതെ 16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. അതാണ് ആവറേജ് മൈലേജ്. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഫുൾ ഹൈബ്രിഡ് ആണ് അതിൻ്റെ വില കിട്ടിയത് അല്ലേ? ഓക്കെ. അപ്പോൾ 7 സീറ്ററിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന മെയിൻ്റനൻസ് കുറഞ്ഞൊരു വണ്ടി നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അതും ബ്ലാക്ക് എർട്ടിഗ അങ്ങനെ കാണാത്തൊരു സെഗ്മെൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത് പ്രൊഡക്റ്റ് ഹെഡ് ലാമ്പ്, അലോയ്സ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ? അതെ. എത്ര കൊടുക്കുക ഇത്? ഇതൊരു 11,65,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 11,65. ഇപ്പോൾ ഏകദേശം ZXi പ്ലസിന് GST കഴിഞ്ഞിട്ട് 14 ലക്ഷത്തിനടുത്ത് വില വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 14 സംതിങ് ഉണ്ട്. ഇപ്പോൾ ഓഫറും വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഓട്ടം എത്രയാണ്? ഇത് കിലോമീറ്റർ വെച്ചാൽ 16,500 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളത്. 16,500. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു 10-12 ലക്ഷം വരെ ലോൺ കിട്ടും. അതെ. നമുക്ക് നോക്കാം. നല്ല വിസ്തരമുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ചെയ്തു. ഇതാ ഇവിടെയുണ്ട് ഒരു സ്വിഫ്റ്റ്, ഇവിടുന്ന് കാണിക്കാം. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സ്വിഫ്റ്റും കൂടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. 18 മോഡൽ. ഏതാ ഓപ്ഷൻ? LXi മോഡലാണ്. LXi ബേസ് ഓപ്ഷനാണ്. 18 LXi. ഓട്ടോ എത്ര പോയി? ഒരു 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 68,000. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ. ഈ ഒരു മോഡലിന് ഏകദേശം 18-20 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ഇത് വരുന്ന പ്രൈസ് വെച്ചാൽ 4,70,000 രൂപയാണ് വരുന്നത്. 4,70,000 2018 VXi സ്വിഫ്റ്റ് ചോദിക്കുന്നത്. ഓക്കെ. ലോൺ ഒരു 4 lakhs above കിട്ടും. അതെ, നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോഴത്തെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്തില്ല, കാരണം അതിൻ്റെ ഡിസൈൻ മൊത്തം മാറി, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. എന്നാലും VXiക്ക് ഒരു 7,50,000 അടുത്തുണ്ടെന്ന് തോന്നുന്നു പുതിയ വണ്ടിക്ക്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തുള്ള ആൾട്ടോ 800 KL10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനമാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2015 മോഡലാണ്. ഓക്കെ. ഇത് 92,000 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളത്. 92,000 LXi അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ല. 800 ആണ്. മൈലേജ് 18-20 റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടും. എത്ര കൊടുക്കുക ഇത്? ഇത് 2 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ചോദിക്കുന്നത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്നൊരു വണ്ടി 2015 LXi 2 ലക്ഷത്തിൽ. അടുത്ത വണ്ടിയിലോട്ട് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം KL57 രജിസ്ട്രേഷനുള്ള ഒരു സ്വിഫ്റ്റാണ്. കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റാണ്. ഡീസൽ വണ്ടിയാണ് അല്ലേ? ഈ ഷേപ്പിൽ 2015 മോഡലാണ്. 15 മോഡൽ. ഓട്ടോ എത്ര പോയി? ഇത് 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,08,000. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. സിംഗിൾ RCയിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ RC ഓണറാണ്. 1,08,000 ഓടിയ 2015 VDI 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ഓക്കെ. സർവീസ് ഒക്കെ ഉണ്ടോ പ്രോപ്പർ? ഉണ്ടല്ലോ. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? ഒരു 4,25,000 രൂപയാണ്. എത്ര? 4,25,000. 4,25,000. ഒരു ഫൈനൽ റേറ്റ് എത്ര ആക്കാൻ പറ്റും? ഒരു 4,15 രൂപ നമുക്ക് ഫൈനലാക്കിയിട്ട് 4,15,000 രൂപയ്ക്ക് 2015 VDI സിംഗിൾ ഓണർഷിപ്പ് 1,08,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു സ്വിഫ്റ്റ്, ഡീസൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 3.5 വരെയൊക്കെ കയറുമായിരിക്കും അല്ലേ? എന്തായാലും അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടോ വിളിച്ചോളൂ. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. തൽക്കാലം നമ്മൾ പോയിൻ്റ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്പർ
കോണോമ്പാറ ട്രൂ വാല്യൂ നമ്മൾ ആദ്യം കാണിച്ച സെക്കൻഡ് നമ്പർ ഇവിടെ കാണിക്കുന്ന വണ്ടികൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നിങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്നും വിട്ടുവരുത്. അപ്പോൾ താങ്ക് യു ബ്രോ. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി. ബൈ.